ഡോക്ടർ ഹാരിസിനെതിരായ നടപടി സ്വാഭാവികമെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നത്. നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും ഉപകരണ ഭാഗം കാണാതായി. അന്വേഷണ റിപ്പോർട്ടിൽ ശുപാർശകളേറെയുണ്ടെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി, മാറ്റിക്കോളാം. ഹാരിസിന് അദ്ദേഹത്തോട് എക്സ്പ്ലനേഷൻ ചോദിച്ചു എന്നുള്ളത് അതൊരു ഡിപ്പാർട്ട്മെന്റ് തല നടപടിയാണ്. അതൊരു സത്യം പറയണം, തനിക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? MP-യുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ഉപകരണത്തിന്റെ ഒരു ഭാഗം കാണുന്നില്ല. അതെപ്പോ അഴകെ ഉണ്ട് ആണോ എന്നാ കണ്ടിന്യൂ. അപ്പോൾ അതൊരു പക്ഷേ നമ്മുടെ ഒരു അന്വേഷണത്തിൽ മാത്രം നിൽക്കുന്നതല്ല. ഇതിലൊരു ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം കൂടി നടത്തിയിട്ട് നമ്മുടെ പരിധിയിൽ, കാരണം അതൊരു കളവ് പോയി എന്നുള്ളതാണല്ലോ. നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. റോക്കറ്റ്. അപ്പൊ അതിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം കൂടി നടത്തിയിട്ട് അതിന്റെ എന്താണ് അതിന്റെ റിപ്പോർട്ട് നോക്കിയിട്ട് അതിന്റെ ഫർദർ ആയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ആരോഗ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് ഹാരിസിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ചില ചരടുവരികൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ള സൂചനകളും പുറത്തു വരുന്നു. ഇടങ്കോലിടാനും ഏഷണി കൂട്ടാനും ഇവളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇത് വളരെ വ്യക്തവും ആസൂത്രിതമായിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ഏത് മനുഷ്യനും തോന്നും. ഡോക്ടർ ഹാരിസ് ചിറക്കൽ നടത്തിയ പ്രസ്താവന സർക്കാരിനെതിരെയായിട്ടുള്ള വലിയ വികാരം നിർമ്മിച്ച ഒരു പ്രക്രിയയായിരുന്നു. നമുക്ക് കൈവന്നിരിക്കുന്നത് ഒരു സുവർണാവസരമാണ്. അത് പരമാവധി നമ്മൾ മുതലെടുക്കണം. അവിടെ കൃത്യമായിട്ട് ഓപ്പറേഷൻ നടത്താനായിട്ടുള്ള സംവിധാനം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതായിരുന്നു ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ പ്രധാനപ്പെട്ട ആരോപണം. ഓസിലോസ്കോപ്പ് എന്നുള്ളൊരു ഉപകരണമാണ് ഇത്. MP ഫണ്ടിൽ നിന്ന്, ശശി തരൂർ MP-യുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിയൊരു ഉപകരണമാണ്. ബില്ലോ ഇതിനാണ് ബില്ലാതനോ? ബില്ലൊന്നും വാങ്ങിക്കാറില്ല. നമ്മള് പതിവുകാരായതുകൊണ്ട് വായിൽ എഴുതി കൂട്ടും. എന്തായാലും ആ ഉപകരണ ഭാഗം കാണാനില്ല എന്നുള്ളത് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പക്ഷേ അത് ഇപ്പോഴെന്തിനാണ് മന്ത്രി എടുത്തിട്ടത് എന്നുള്ള കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. അതായത് ഡോക്ടർ ഹാരിസിനെ ഇരുട്ടത്ത് നിർത്താനുള്ള ഒരു ശ്രമമാണോ എന്നുള്ള കാര്യം പ്രത്യേകം സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. എന്നാ പിന്നെ ഞാൻ അങ്ങ് ഇറങ്ങുവാ. ആയിക്കോട്ടെ.